നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുംഭമേള വൈറൽ താരത്തിന് കനത്ത തിരിച്ചടി. പെൺകുട്ടിക്കും ഭർത്താവിന് നൽകിയിരുന്ന പോലീസ് സംരക്ഷണം ഹൈക്കോടതി നീക്കി. ഇരുവരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പെൺകുട്ടിയും ഭർത്താവും നൽകിയ മേൽവിലാസത്തിലോ നമ്പറിലോ ഇവരെ ബന്ധപ്പെടാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. പെൺകുട്ടിയുടെ പതിവ് രീതിയാണിതെന്നാണ് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പെൺകുട്ടി സംരക്ഷണം ആവശ്യപ്പെട്ടാൽ മാത്രം നൽകിയാൽ മതിയെന്ന് പോലീസിനോട് കോടതി വ്യക്തമാക്കി. മാത്രമല്ല, ഫർമാന്റെ മുൻകൂർ ജാമ്യ ഹർജി മധ്യപ്രദേശ് കോടതി നേരത്തെ തള്ളിയിരുന്നു. മഹേശ്വറിലെ പ്രത്യേക പോക്സോ കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. കൊച്ചിയിൽ തുടരുന്ന ഫർമാനും പെൺകുട്ടിയും പോലീസ് സംരക്ഷണം നീട്ടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്തായാലും നിലവിൽ ഇതാ പെൺകുട്ടിക്ക് നൽകിവന്ന സംരക്ഷണം പിൻവലിക്കാൻ പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. 18 വയസ്സ് തികയും മുൻപുള്ള കല്യാണം എന്നാരോപിച്ച് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. പെൺകുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂവെന്നും കഴിഞ്ഞ മാസം വിവാഹത്തിന് ഹാജരാക്കിയ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കാൻ മധ്യപ്രദേശ് പോലീസിന് നിർദ്ദേശം നൽകി. മഹാരാഷ്ട്ര സ്വദേശി ഫർമാനുമായുള്ള പ്രണയ വിവാഹത്തെ കുടുംബം എതിർക്കുന്നുവെന്ന് പറഞ്ഞാണ് മധ്യപ്രദേശ് സ്വദേശിയായ പെൺകുട്ടി കേരളത്തിലെത്തിയത്. കേരളത്തിൽ വെച്ച് വിവാഹവും നടത്തി. പ്രായപൂർത്തിയായെന്നും വിവാഹം നിയമപരമാണെന്നും സംസ്ഥാന പോലീസ് വ്യക്തമാക്കി. എന്നാൽ 2009 ഡിസംബർ 30-നാണ് പെൺകുട്ടി ജനിച്ചതെന്ന് പട്ടികവർഗ കമ്മീഷൻ പറയുന്നു. കഴിഞ്ഞ വർഷം പ്രയാഗ്രാജിലെ കുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കാനെത്തിയപ്പോൾ പകർത്തിയ ചിത്രമാണ് പെൺകുട്ടിയെ താരമാക്കി മാറ്റിയത്. പിന്നാലെയാണ് തനിക്കിഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന പരാതിയുമായി കേരളത്തിലേക്ക് എത്തിയതും. പ്രത്യേകിച്ച് ഇവിടെ ARHയും MD, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ പെൺകുട്ടിയുടെ വയസ്സുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. ഇരയായ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല, ജനന സർട്ടിഫിക്കറ്റിൽ കൃത്രിമത നടന്നു, ഉദ്യോഗസ്ഥനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ജനന സർട്ടിഫിക്കറ്റ് നേടിയെടുത്തത് തുടങ്ങിയവയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായം. സർട്ടിഫിക്കറ്റിലെ ജനന ദിവസവും ആശുപത്രി രേഖകളും തമ്മിൽ പൊരുത്തക്കേടെന്നും മധ്യപ്രദേശ് സർക്കാർ വാദത്തിനിടെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം 2026 മാർച്ചിലാണ് കുംഭമേളയിലെ വൈറൽ താരമായ പെൺകുട്ടിയും കാമുകനായ ഫർമാൻ ഖാനും കേരളത്തിൽ വെച്ച് വിവാഹിതരാകുന്നത്. വീട്ടുകാരുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സംരക്ഷണം തേടി കേരളത്തിലെത്തിയ ഇരുവരുടെ വിവാഹം അരുമാനൂർ നയനാർ ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, ARHയും MD ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. വിവാഹശേഷം പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ലെന്ന് ആരോപിച്ച് വീട്ടുകാർ രംഗത്ത് വരുന്നു. ഇതോടെ പ്രശ്നം ഗുരുതരം. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന ജനന സർട്ടിഫിക്കറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മഹേശ്വറിലെ സർക്കാർ ആശുപത്രിയിലെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് 2009 ഡിസംബർ 30 വൈകുന്നേരം 5:50-നായിരുന്നു ജനനമെന്ന് കണ്ടെത്തിയത്. വിവാഹം നടന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് രജിസ്ട്രേഷൻ രേഖകളും പരിശോധിച്ചു. കേരളത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനായി മഹേശ്വർ ഗ്രാമപഞ്ചായത്ത് നൽകിയെന്ന പേരിൽ വ്യാജ രേഖകളാണ് ഫർമാൻ ഖാൻ വിവാഹ സമയം നൽകിയതെന്ന് കണ്ടെത്തി. തുടർന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്ത സംഭവത്തിൽ ഫർമാൻ ഖാനെതിരെ പോക്സോ, പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം മധ്യപ്രദേശ് പോലീസ് കേസെടുത്തു. പിന്നാലെയാണ് പെൺകുട്ടിയുടെ കുടുംബം മധ്യപ്രദേശ് പോലീസിൽ പരാതി നൽകുന്നു. അവരെ ഇവിടെ വരുന്നു, ഈ പെൺകുട്ടിയെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന ആവശ്യവുമായി വരുന്നു. പോലീസ് എത്തിയപ്പോൾ കേരള പോലീസിന്റെ തീരുമാനം പെൺകുട്ടിയെ സംരക്ഷിക്കുക, കോടതി നിർദ്ദേശപ്രകാരം പെൺകുട്ടിയെ സംരക്ഷിക്കുക, തൽക്കാലം വിട്ടുകൊടുക്കേണ്ട എന്ന് തന്നെയായിരുന്നു. എന്തായാലും ആ സംരക്ഷണം ഇപ്പോൾ ഹൈക്കോടതി പിൻവലിച്ചിരിക്കുകയാണ്. ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടി നൽകിയ ഹർജിയിൽ കൊച്ചി സെൻട്രൽ പോലീസിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. കേരളത്തിലായതുകൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്നതെന്നും മധ്യപ്രദേശിൽ പോയാൽ ദുരഭിമാനക്കൊല ചെയ്യുമെന്ന് ഭീഷണിയുണ്ടെന്നും പെൺകുട്ടി കോടതിയെ അറിയിച്ചിരുന്നു. തനിക്ക് കിട്ടിയ ഭീഷണി സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പെൺകുട്ടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. താൻ പ്രായപൂർത്തിയായ വ്യക്തിയാണെന്ന് പെൺകുട്ടി അവകാശപ്പെടുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ലെന്നാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ വാദം. മാത്രമല്ല, ഈ ഒരു പരാതിയിലെടുത്ത പോക്സോ കേസിൽ മധ്യപ്രദേശ് പോലീസ് മൊഴി രേഖപ്പെടുത്താനായി കൊച്ചിയിലെത്തിയിരുന്നു. ഇതിനു പിന്നാലെ പെൺകുട്ടി കേരള പോലീസിന്റെ സംരക്ഷണം തേടുകയായിരുന്നു. തനിക്ക് കേരള പോലീസിന്റെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി സമർപ്പിച്ചത്. തനിക്ക് 18 വയസ്സ് പൂർത്തിയായെന്നും തന്നെ ബലമായി മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം തടയണമെന്നുമായിരുന്നു പരാതിയിൽ പ്രധാനമായും പെൺകുട്ടി ആവശ്യപ്പെട്ടത്. ആ സമയം കേസിലെ പ്രതിയുടെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ടായിരുന്നു. മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്നായിരുന്നു പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതേസമയം കുംഭമേള താരത്തിന്റെ വിവാഹ സമയത്ത് ഒപ്പമുണ്ടായിരുന്നെന്ന് പറയുന്ന സുഹൃത്തിനെ അന്വേഷിച്ച് മധ്യപ്രദേശ് പോലീസ് തൃക്കാക്കര സ്റ്റേഷനിലും എത്തിയിരുന്നു. സുഹൃത്തിന്റെ ഫോൺ ലൊക്കേഷൻ NGO ക്വാർട്ടേഴ്സ് പരിസരമാണെന്ന് തിരിച്ചറിഞ്ഞാണ്
പോലീസ് വന്നത്. അപ്പോഴേക്കും ഇയാൾ സ്ഥലം മാറിയതിനാൽ ഉടൻ ഹാജരാകണമെന്ന് ഫോണിലൂടെ അറിയിച്ചു. വിവാഹവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും മൊഴിയെടുക്കാനായിരുന്നു മധ്യപ്രദേശ് പോലീസ് സംഘം ശ്രമിച്ചത്. ഈ സാഹചര്യത്തിലായിരുന്നു തന്നെ മധ്യപ്രദേശത്ത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും ഇത് തടയണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി പോലീസിനെ മുഖ്യമന്ത്രിയെ സമീപിച്ചത്. ഫർമാനെതിരെ മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ അടക്കമുള്ള കേസുകളാണ് മധ്യപ്രദേശ് പോലീസ് അന്വേഷിച്ചത്. മധ്യപ്രദേശ് വനിതാ എസ്പിയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് കൊച്ചിയിലെത്തിയത്. മധ്യപ്രദേശ് പോലീസ് സംഘം എത്തിയ കാര്യം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ സ്ഥിരീകരിച്ചിരുന്നു. പെൺകുട്ടിയെ വിവാഹം ചെയ്ത ഫർമാൻ ഖാനെ 20-ാം തീയതി അന്നത്തെ ആ ഒരു സമയം ഒരു നിശ്ചിത സമയം വരെ അറസ്റ്റ് ചെയ്യരുതെന്ന ഹൈക്കോടതി ഉത്തരവ് മധ്യപ്രദേശ് പോലീസിന് കൈമാറിയെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ താരത്തിന് കൊണ്ടുപോകാനുള്ള സാധ്യത, അതായത് മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസ് തീരുമാനിച്ചത്. എന്തായാലും ആ ഒരു സുരക്ഷ ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ആ സുരക്ഷ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു കുരുക്കാണ് അന്ന് CPM-ന് ഈ ഒരു വൈറൽ കുംഭമേള താരത്തിന്റെ വിവാഹത്തിലൂടെ ഒരുങ്ങി വന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് തന്നെയാണ് നേതാക്കളെ സംബന്ധിച്ച് വലിയൊരു വെട്ടിലാക്കിയത്. പെൺകുട്ടിക്ക് ഔദ്യോഗിക രേഖകൾ പ്രകാരം 2 ജനന തീയതികൾ വരുന്നതായിരുന്നു അധികൃതരെയും പോലീസിനെയും വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കിയത്. മാതാപിതാക്കളുടെ വാക്കു വിശ്വസിച്ച് ആദ്യം അധികൃതർ നൽകിയ ജനന സർട്ടിഫിക്കറ്റും ആശുപത്രി രേഖകളുടെ അടിസ്ഥാനത്തിൽ വിവാഹശേഷം നൽകിയ ജനന സർട്ടിഫിക്കറ്റും 2 തരത്തിലാണെന്നും യഥാർത്ഥത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നുമായിരുന്നു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.